ഹലോ ഗൈസ്, ഇന്ന് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. ഞാൻ റെഡി ആകുമ്പോഴൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നേരെ ടീനയുടെ വീട്ടിലോട്ട് പോകണം. ബാക്കി ടീനയുടെ വീട്ടിൽ നിന്ന് കാണാം. അപ്പോൾ ബൈ ബൈ. ടീനയുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നൃത്യങ്ങൾ അവതരിപ്പിക്കാൻ പുറപ്പെടുകയാണ്. ഡെറിയിൽ നിന്ന് ബെൽഫാസ്റ്റിലേക്ക്. മൂന്നാമത്തെ നർത്തകി വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:07. അതെ, ഇത് മൂന്നാമത്തെ നർത്തകി. ഞങ്ങൾ വരുമ്പോഴേ ഒരു ട്രാൻസിഷൻ റീൽ ചെയ്യണമെന്ന് കുറേ കാലം വിചാരിച്ചിരുന്നു. അതായത് ആദ്യത്തെ ഡ്രസ്സിലും പിന്നെ മേക്കപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസിഷനായിട്ട് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അതിൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ മറ്റേ യൂട്യൂബ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടേ, അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യണേ. കുറച്ച് താമസിച്ചെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അവർ നന്നായി തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ സാൻഡ്വിച്ചും ട്യൂണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. പ്രത്യേകം പറയേണ്ട ഒരു ഇതായിരുന്നു. ഭയങ്കര നല്ലൊരു വെൽക്കമിങ് ഫീൽ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം. പിന്നെ എനിക്ക് ഈ മേക്കപ്പിനെ പറ്റി ഒരു കുന്തം അറിയാത്തത് കാരണം എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുവാണ്, കൈ ഷാഡോ ഇട്ട് തരുവാണ്. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരം കാണിച്ചു. അപ്പോൾ അതിനുശേഷം ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് എൻ്റെ മുഖം കുറച്ച് കാണാൻ പറ്റുന്ന കുളത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണെഴുതി പോയിട്ടുണ്ടാവും. വേണ്ട, എൻ്റെ ഇവിടെ അല്ലെങ്കിൽ മൊത്തത്തിലൊരു കറുപ്പ് പതിച്ച പോലെ ഉണ്ട്. അയ്യോ, ഞാൻ വീഡിയോ എടുത്തിരുന്നു. ഇല്ലേ? ഏയ് ഇല്ല. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ സുദിനം എത്തി. നമ്മൾ സ്റ്റേജിൽ കയറി.
ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പാൽക്കപ്പ, റൈസ്, ചിക്കൻ കറി, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. പായസം ഞാൻ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും കുറച്ച് അവസാനമായി. ചേട്ടൻ പറയുന്നത് നമ്മുടെ ബെൽഫാസ്റ്റിലെ കൊച്ചി കിച്ചൺ എന്ന് പറഞ്ഞ കടയാണ് ഈ ഫുഡ് തന്നിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. ഒരു പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞത് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു.